അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 14ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു റാബിഅ അശർ. അർ റഹ്മാനുർ റഹീം. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും തീറ്റ തേടി പറമ്പിലേക്കിറങ്ങി. തള്ളക്കോഴി മണ്ണ് ചിക്കിച്ചികഞ്ഞു എന്ന ശബ്ദമുണ്ടാക്കി. കുഞ്ഞുങ്ങൾ ഓടി വന്നു. പുഴുക്കളെയും പ്രാണികളെയും കൊത്തിത്തിന്നു. പെട്ടെന്ന് ഒരു പരുന്ത് താഴ്ന്നു പറന്നു. തള്ളക്കോഴി എന്ന ശബ്ദമുണ്ടാക്കി. കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് തള്ളക്കോഴിയുടെ ചിറകിന് കീഴിൽ ഒളിച്ചു. പരുന്തു പോയപ്പോൾ അവ പുറത്തിറങ്ങി. തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യം നോക്കൂ. അള്ളാഹു നൽകിയ കാരുണ്യമാണ് ജീവികൾ പരസ്പരം കൈമാറുന്നത്. ഉമ്മയും ഉപ്പയും കുഞ്ഞുങ്ങളോടും അധ്യാപകർ വിദ്യാർത്ഥികളോടും വാത്സല്യം കാണിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഓരോ ജീവികളും അവയുടെ ഇണകളോടും കുഞ്ഞുങ്ങളോടും സ്നേഹവും വാത്സല്യവും കാണിക്കുന്നു. എല്ലാം അള്ളാഹു നൽകിയ കാരുണ്യമാണ്. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. അവൻ കണക്കില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഏതാനും തടവുകാരെ കൊണ്ടുവന്നു. അതിൽ ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ മാറോടണച്ച് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അല്ലാഹു തആല തൻ്റെ അടിമകളോട് കരുണയുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആലാക്ക് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും നാൽക്കാലികൾക്കും ഇഴജന്തുക്കൾക്കും നൽകിയത്. ആ റഹ്മത്ത് കൊണ്ടാണ് അവ പരസ്പരം കരുണയും വാത്സല്യവും കാണിക്കുന്നത്. വന്യമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നത്. തൻ്റെ അടിമകൾക്ക് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി 99 റഹ്മത്തും ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു തആല നീട്ടിവച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാരുണ്യവാനായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായി മാത്രമാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത്. വിശ്വാസികളോടും അവിശ്വാസികളോടും ജീവജാലങ്ങളോടും അവിടുന്ന് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെയാണ് പെരുമാറിയത്. നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. സത്യവിശ്വാസികൾ കാരുണ്യമുള്ളവരായിരിക്കണം. എന്നാൽ അല്ലാഹു തആലയുടെ കാരുണ്യം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, അല്ലാഹു തആലയെ അല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് ഛേ എന്നുപോലും പറയരുത്. അവരോട് മാന്യമായി സംസാരിക്കണം. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. റബ്ബേ, എന്നെ ചെറുപ്പത്തിൽ നന്നായി പോറ്റി വളർത്തിയതിനാൽ അവർക്ക് 2 പേർക്കും
നീ കരുണ ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, മർദ്ദിതർ, പാവങ്ങൾ, വിധവകൾ, അനാഥകൾ തുടങ്ങിയവരോടെല്ലാം കാരുണ്യത്തോടെ വർത്തിക്കണം. അവരോട് നല്ല വാക്കുകൾ പറയണം, സഹായങ്ങൾ ചെയ്യണം. സ്വർഗപ്രവേശത്തിന് ഇതെല്ലാം കാരണമാണ്. കരുണ ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ. കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് നഖറഉ വനഫ്ഹമു. നമുക്ക് വായിച്ച് ഗ്രഹിക്കാം. അർ റഹ്മാനു, ഇഹലോകത്ത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. അർ റഹീമു, പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ. ഹയവാനാത്തുൻ, ജീവികൾ. അർസല, അയച്ചു. റഹ്മത്തുൻ, കാരുണ്യം. യർഹമു, കരുണ ചെയ്യും. ഹുബ്ബുൻ, സ്നേഹം. അർളുൻ, ഭൂമി. ലുതുഫുൻ, ദയ. സമാഉൻ, ആകാശം. റഅഫത്തുൻ, വാത്സല്യം. അബ്ദുൻ, അടിമ. ഇഹ്സാനുൻ, ഗുണം ചെയ്യൽ. ഉഫിൻ, ഛെ. സഗീറുൻ, ചെറിയ കുട്ടി. കബീറുൻ, വൃദ്ധൻ. അർമലത്തുൻ, വിധവ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. ചോദ്യം 1. ജീവികൾക്ക് റഹ്മത്ത് നൽകുന്നത് ആരാണ്? ഉത്തരം അല്ലാഹു തആല. ചോദ്യം 2. റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ഇഹലോകത്ത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. ചോദ്യം 3. റഹീം എന്ന പദത്തിൻ്റെ ആശയമെഴുതുക. ഉത്തരം പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ. ചോദ്യം 4. അല്ലാഹു തആല തൻ്റെ റഹ്മത്തിൻ്റെ എത്ര ശതമാനമാണ് ജീവികൾക്കെല്ലാം കൂടി നൽകിയത്? ഉത്തരം 1% മാത്രം. ചോദ്യം 5. സ്വർഗപ്രവേശത്തിനു കാരണമാകുന്ന 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം അനാഥകളെ സംരക്ഷിക്കുക, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുക, നന്മയിൽ മറ്റുള്ളവരെ സഹായിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. തുതർജി, പരിഭാഷപ്പെടുത്താനാണ്. 1. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അർത്ഥം: റബ്ബേ, എന്നെ ചെറുപ്പത്തിൽ നന്നായി പോറ്റി വളർത്തിയതിനാൽ അവർക്ക് 2 പേർക്കും നീ കരുണ ചെയ്യണമേ. 2. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അർത്ഥം: ലോകത്തിന് കാരുണ്യമായി മാത്രമാണ് നാം അങ്ങയെ അയച്ചിട്ടുള്ളത്. 3. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ. അർത്ഥം: കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ഈ സ്ത്രീ തൻ്റെ സ്വന്തം കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഉത്തരം: ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഏതാനും തടവുകാരെ കൊണ്ടുവന്നു.
അതിൽ ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ മാറോടണച്ച് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തഷിഫ്, നമുക്ക് കണ്ടെത്താം. എങ്ങനെ കാരുണ്യം പ്രകടിപ്പിക്കും? താഴെ പറയുന്ന ആളുകളോട് ഏതു രൂപത്തിലാണ് കാരുണ്യം പ്രകടിപ്പിക്കുക? 1. കുട്ടികളോട് എങ്ങനെ കാരുണ്യം പ്രകടിപ്പിക്കും നമുക്ക് നോക്കാം. അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക, അവരുടെ കൂടെ കളിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, അവരുടെ മോഹങ്ങൾ പൂവണിയിച്ച് കൊടുക്കുക. 2. പാവപ്പെട്ടവരോട്, അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവയെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3. വയസ്സന്മാരോട്, അവരോട് സ്നേഹത്തോടെ പെരുമാറുക, ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. 4. ജീവജാലങ്ങളെ നാം ആക്രമിക്കരുത്. അവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. മിണ്ടാപ്രാണികളെ കൂട്ടിലടക്കരുത്. അവയോട് കാരുണ്യം കാണിക്കണം. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം. 6. തഖ്സീസ്, അസൈൻമെൻറ്റ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നോക്കാം. എൻ്റെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും വേണ്ട ശാരീരിക സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നു. രോഗികൾക്ക് ആവശ്യമായ വാക്കർ, വീൽചെയർ, മെഡിക്കൽ കട്ടിൽ, വാട്ടർ ബെഡ് പോലുള്ള ഉപകരണങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ സുലഭമാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് SYS സാന്ത്വനം.